Hello everyone, how are you all? I think all are fine. Today we are going to discuss about our second unit Health and Hygiene Part 3. In our last class, we already discussed about hygiene, health education, scopes of health education, importance of health education. Okay, now we are going to discuss about aims and values of health education. ആരോഗ്യ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളും മൂല്യങ്ങളും. The aims of health education is to help people to achieve health by their own actions and efforts. It is concerned with various systems of body, mental hygiene, applied nutrition, infection and immunity, safety and first aid. It provides knowledge about wise use of health care and family life education. ആരോഗ്യ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്തെന്നാൽ സ്വന്തം പരിശ്രമങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ആരോഗ്യം കൈവരിക്കാൻ വേണ്ടി ആളുകളെ സഹായിക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ വ്യക്തിപരമായിട്ടുള്ള ഒരു ശുചിത്വം, മാനസിക ആരോഗ്യം, പോഷകാഹാരം, രോഗപ്രതിരോധം, സേഫ്റ്റി ആൻഡ് ഫസ്റ്റ് എയ്ഡ് എന്നിവയൊക്കെ ആയിട്ട് ഈ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ കണക്റ്റഡ് ആണ്. കൂടാതെ വ്യക്തിഗത ആരോഗ്യത്തോടൊപ്പം തന്നെ സാമൂഹിക ആരോഗ്യവും വളരെ പ്രധാനമാണ്. ഇതിനുവേണ്ടി പരിസ്ഥിതി ശുചിത്വം, ശരിയായിട്ടുള്ള പോഷകാഹാരം, രോഗങ്ങളുടെ തിരിച്ചറിവ്, അതിനുവേണ്ടി പ്രതിരോധ കുത്തിവയ്പ്പുകൾ, കൂടാതെ നമ്മുടെ ഫാമിലി ലൈഫിൽ ആരോഗ്യ സേവനങ്ങളുടെ ശരിയായിട്ടുള്ള ഒരു ഉപയോഗം, നമ്മുടെ കുടുംബജീവിത വിദ്യാഭ്യാസം തുടങ്ങിയവയെക്കുറിച്ചൊക്കെ നല്ല അറിവ് നമുക്ക് ഈ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ ലഭിക്കുന്നുണ്ട്. ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ എയിംസും വാല്യൂസും ഏതൊക്കെയാണെന്ന് നോക്കാം. To provide information about health and hygiene, to maintain norms of good health, to take precautionary and preventive measures, to take curative measures, to develop and promote mental and emotional health, to develop a sense of civic responsibility among pupils. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഇവിടെ പറയുന്നത് ആരോഗ്യത്തെയും ശുചിത്വത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകുക എന്നതാണ്. അതായത് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ആരോഗ്യ ശുചിത്വ നിയമങ്ങൾ, രോഗങ്ങളെ തടയുന്നതിനുള്ള മുൻകരുതലുകൾ എന്നിവയെക്കുറിച്ചൊക്കെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പരിചയപ്പെടുത്തുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളിൽ കാണുന്ന ബാഡ് ഹാബിറ്റുകൾ, അൺഹൈജീനിക് ലിവിങ്, കുട്ടികളിൽ കാണുന്ന ശുചിത്വമില്ലായ്മ, വൃത്തിയില്ലാതെയുള്ള ജീവിത രീതി, പുകവലി, മദ്യപാനം തുടങ്ങിയിട്ടുള്ള അഡിക്ഷൻസ്, ഇങ്ങനെയുള്ള ശീലങ്ങളെല്ലാം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്. ഇതെല്ലാം അവരുടെ ലൈഫിൽ ഈ ഒരു അൺഹെൽത്തി ഹാബിറ്റ്സുകളൊക്കെ ദോഷകരമായ ഫലങ്ങളാണ് ഉണ്ടാക്കുക എന്നതും വിദ്യാർത്ഥികളെ അറിയിക്കുക കൂടി നമുക്ക് ഇതിലൂടെ അവർക്കൊരു അവയർനെസ് കൊടുക്കാനും സാധിക്കും. ഈ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ വിദ്യാർത്ഥികൾക്ക് അങ്ങനെയുള്ളൊരു അവയർനെസ് കൊടുക്കാനും സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് വൺ, ടു മെയിൻറ്റെയിൻ നോംസ് ഓഫ് ഗുഡ് ഹെൽത്ത്. ഇവിടെ പറയുന്നത് നല്ല ആരോഗ്യത്തിനുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുക എന്നതാണ്. നല്ല ആരോഗ്യം നേടിയെടുക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്കൂളുകളിൽ കുട്ടികളുടെ ഇടയിൽ ആരോഗ്യകരമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉറപ്പാക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികളിൽ ശുചിത്വപരമായിട്ടുള്ള ശീലങ്ങളും അതുപോലെ പരിസര ശുചിത്വ ബോധമൊക്കെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് ആരോഗ്യ പരിപാടികൾ, ഹെൽത്ത് പ്രോഗ്രാംസുകളൊക്കെ സംഘടിപ്പിക്കുക എന്നതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് വൺ, ടു ടേക്ക് പ്രിക്കോഷണറി ആൻഡ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്. ഇവിടെ പറയുന്നത് ജാഗ്രതയും പ്രതിരോധ നടപടികളും സ്വീകരിക്കുക എന്നതാണ്. രോഗബാധയും രോഗവ്യാപനവും തടയാൻ ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ എന്ത് ചെയ്യണം, നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മൾ നോർമലി പറയാറുണ്ട്, രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുന്നതാണെന്ന്. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. സ്കൂളുകളിൽ കുട്ടികളുടെ ഇടയിൽ ഹൈജീനിക് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സുകളാണ് സ്കൂളുകളിൽ സ്വീകരിക്കേണ്ടത്. സ്കൂളുകളിലെ ഫർണിച്ചേഴ്സ്, ക്ലാസ് റൂമുകൾ, വാഷ്റൂമുകൾ ഇവയൊക്കെ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. നെക്സ്റ്റ് വൺ, ടു ടേക്ക് ക്യൂറാറ്റീവ് മെഷേഴ്സ്. ഇവിടെ പറയുന്നത് രോഗശാന്തിക്ക് വേണ്ടിയിട്ടുള്ള നടപടികൾ, അതായത് രോഗബാധിതർക്ക് വേണ്ടിയിട്ടുള്ള പരിഹാര നടപടികൾ സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ സ്കൂളുകളിൽ ഹെൽത്ത് പ്രോഗ്രാം, ആരോഗ്യ പരിശോധനയൊക്കെ നടത്തുകയും അതിൽ വൈകല്യങ്ങൾ, രോഗങ്ങൾ എന്നിവ തിരിച്ചറിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള ചികിത്സാ മാർഗങ്ങൾ, ചികിത്സാ നടപടികൾ അവർക്ക് നിർദ്ദേശിക്കുകയും വേണം. നെക്സ്റ്റ് വൺ, ടു ഡെവലപ്പ് ആൻഡ് പ്രൊമോട്ട് മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്. ഇവിടെ പറയുന്നത് മെൻ്റൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക, പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് ഇവിടെ പറയുന്നത്. അതായത് നമുക്കറിയാം മെൻ്റൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും നമുക്ക് ഈക്വലായിട്ട് ആവശ്യമുള്ള കാര്യമാണ്. അതേ സമയം നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് ഒരു വിദ്യാർത്ഥിയെ
ഫിസിക്കലി ഫിറ്റാക്കുകയാണ് ചെയ്യുന്നത്. മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് എന്താണ്? അവരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു മനോഭാവത്തോടെയും സന്തോഷകരമായിട്ടുള്ള ഒരു ബിഹേവിയർ, ആ ഒരു സ്വഭാവത്തോടെയും ജീവിക്കാനായിട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നു. നമുക്ക് ഈ ഒരു അവർക്കുള്ള ഒരു പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളുകളിൽ കൗൺസിലിംഗ് സെഷനുകൾ വഴി കുട്ടികളിലെ മാനസിക പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എക്സാം ടൈമിലൊക്കെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു സമ്മർദ്ദം കുറക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് സ്റ്റഡി സ്കിൽസുകൾ കൂടുതൽ ടിപ്സും ട്രിക്സുകളൊക്കെ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകളിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ടെൻഷനും സമ്മർദ്ദമൊക്കെ കുറക്കാൻ കുട്ടികളെ ഹെൽപ്പ് ചെയ്യും. ലാസ്റ്റ് വൺ, ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് സിവിക് റെസ്പോൺസിബിലിറ്റി എമംഗ് പീപ്പിൾസ്. വിദ്യാർത്ഥികളിൽ പൗര ഉത്തരവാദിത്ത ബോധം വളർത്തിയെടുക്കുക എന്ന്. ഇന്ന് വിദ്യാർത്ഥികളിൽ പൗര ഉത്തരവാദിത്ത ബോധം വളർത്തിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വിദ്യാർത്ഥികളിലും അവരുടെ സുഹൃത്തുക്കളുടെ ഇടയിലും മറ്റുള്ളവരെയും സഹായിക്കുക എന്നത് അവരുടെ കടമയാണ്. ഈ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ വിദ്യാർത്ഥികൾക്ക് പൗര ഉത്തരവാദിത്ത ബോധം വളർത്തിക്കൊടുക്കുന്നതും പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആരോഗ്യ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളും മൂല്യങ്ങളും. 6 പോയിൻറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ 6 പോയിൻറ്റ്സും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് അവർ ക്ലാസ്. താങ്ക് യു.